وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على من لا نبي بعده. نصلي ونسلم على أشرف الأنبياء والمرسلين، أما بعد. الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് എവരോടും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം വുജൂബാക്കുന്ന, നരകം ഹറാമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 78-ാം അധ്യായമായ സൂറത്തുൻ നബയിലെ 11 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ 12 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്ന, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ചു വെച്ചുകൊണ്ടാണ്, ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മരണത്തിന് ശേഷം ഒരു പുനർജീവിതമുണ്ടാകുമെന്നും ആ പുനർജീവിതത്തിൽ ഭൗതികമായ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നന്മകൾക്ക്, തിന്മകൾക്ക് അതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരുമെന്നും നന്മകൾക്ക് പ്രതിഫലവും തിന്മകൾക്ക് ശിക്ഷയും ലഭിക്കുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയുമൊക്കെ മുശ്രിക്കുകളായ ഖുറൈശികൾ ഏറ്റവും കൂടുതൽ പരിഹസിച്ചിരുന്നതും അവർ തർക്കിച്ചിരുന്നതും പരലോക വിഷയത്തിലായിരുന്നു. അതില്ല എന്നതായിരുന്നു അവരുടെ വാദം. ആ വാദത്തിൻ്റെ മുനയൊടിക്കാനാണ് അല്ലാഹു തആല, ഞാനിതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ലേ, അങ്ങനെയുള്ള എനിക്ക് നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളെ പുനർജീവിപ്പിക്കുവാനും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുവാനും നിങ്ങളെ വിചാരണ ചെയ്യാനും ഒന്നും എനിക്ക് പ്രയാസമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നത്. 11 ആയത്തുകളിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ ശേഷം വീണ്ടും അല്ലാഹു തആല ചില ദൃഷ്ടാന്തങ്ങൾ കൂടെ പഠിപ്പിച്ചു തരികയാണ്. 6 മുതലുള്ള ആയത്തുകളിൽ ഈ ലോകത്തിനൊരു അന്ത്യമുണ്ടെന്നും പിന്നീട് മറ്റൊരു ജീവിതമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു ഓർമ്മപ്പെടുത്തി. ഒന്നാമത്തേത്, അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ നാം വിരിപ്പാക്കി തന്നില്ലേ, ഭൂമിയെ നാമാണ് നിങ്ങൾക്ക് വിരിപ്പ് പോലെ ആക്കി തന്നത്. വൽ ജിബാല ഔതാദ, മലകളെ ഭൂമിക്ക് ആണികളാക്കിയത് നാമാണ്. വഖലഖനാകും അസ്വാജ, നിങ്ങളെ ആണും പെണ്ണുമായി ഇണകളാക്കി സൃഷ്ടിച്ചത് ഞാനാണ്. വജഅൽനാ നൗമകും സുബാത, നിങ്ങളുടെ ഉറക്ക് ഞാൻ നിങ്ങൾക്കൊരു വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു.
വജഅൽന ലൈല ലിബാസ, രാത്രിയെ നിങ്ങൾക്ക് നാം ഒരു വസ്ത്രവുമാക്കിയിരിക്കുന്നു. വജഅൽന നഹാറ മആശ, പകലിനെ നാം നിങ്ങൾക്ക് ഉപജീവനം അന്വേഷിക്കുന്ന അവസ്ഥയിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അല്ലാഹു പറയാ, വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ. ബനൈന, ബന ഉണ്ടാക്കി, ബനൈന നാം ഉണ്ടാക്കുകയും ചെയ്തു, നാം എടുക്കുകയും ചെയ്തു. ഫൗഖകും, ഫൗഖ് മേലെ, കും നിങ്ങളുടെ, ഫൗഖകും നിങ്ങളുടെ മേലെ നാം ഉണ്ടാക്കുകയും ചെയ്തു. സബ്അ 7, സബ്അൻ 7 എണ്ണത്തിന്, ഷിദാദ്, ഷിദാദ് ഏറ്റവും ശക്തമായ കഠിനമായ 7 എണ്ണത്തിനെ നിങ്ങളുടെ മുകളിൽ ഞാൻ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, സബ്അൻ ഷിദാദ, ശക്തമായ 7 എണ്ണത്തിനെ നിങ്ങളുടെ മീതെ ഞാൻ എടുക്കുകയും ചെയ്തു. 7 ആകാശമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മീതെ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചതാരാണ്? ബബനൈന, നാമാണ് അതിനെ ഉണ്ടാക്കിയത്. അടുത്തത് വജഅൽനാ സിറാജൻ വഹാജാ. വജഅൽനാ നാം ഏർപ്പെടുത്തുകയും ചെയ്തു, നാം ആക്കുകയും ചെയ്തു. സിറാജ് വിളക്ക്, സിറാജൻ ഒരു വിളക്കിനെ, വഹാജ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കിനെ നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. കത്തിജ്വലിക്കുന്ന വിളക്ക്, കത്തിജ്വലിക്കുന്ന വിളക്ക് ഏതാണ്? സൂര്യനാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. വജഅൽനാ സിറാജൻ വഹാജ, കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് അഥവാ സൂര്യനെയും നാം ഉണ്ടാക്കിയിരിക്കുന്നു. സൂര്യനെ സൃഷ്ടിച്ചത്, അതിന് വെളിച്ചം നൽകിയത് എല്ലാം ജഅൽനാ, നാ അത് നാമാണ്. അല്ലാഹു പറയാ, അതും നാമാണ് ചെയ്തത്. വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജ. വഅൻസൽനാ നാം ഇറക്കുകയും ചെയ്തു. അവിടെയൊക്കെ അല്ലാഹു തആല നാം ഇറക്കി, നാം ചെയ്തു, നാം ഉണ്ടാക്കി, എല്ലാം അല്ലാഹു പറയുന്നത് നാമാണ് ഉണ്ടാക്കിയത്. വഅൻസൽനാ നാം ഇറക്കുകയും ചെയ്തു. മിനൽ മുഅ്സിറാത്ത്, മഴക്കാറുകളിൽ നിന്ന്, മഴക്കാറുകളിൽ നിന്ന് നാം ഇറക്കുകയും ചെയ്തു. എന്തിനെ? മാഅൻ സജ്ജാജ, മാ വെള്ളം, എങ്ങനെയുള്ള വെള്ളം? സജ്ജാജ കുത്തിയൊഴുകുന്ന വെള്ളം, മഴക്കാറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം അഥവാ മഴയെ നാം നിങ്ങൾക്ക് വേണ്ടി ഇറക്കി തരികയും ചെയ്തത് ആരാണ്? നമ്മളാണ്. അപ്പോ മഴക്കാറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളത്തെ, മഴയെ നാമാണ് നിങ്ങൾക്ക് ഇറക്കി തന്നത്. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ. ലിനുഖ്രിജ ബിഹി, ലിനുഖ്രിജ അതുകൊണ്ട് നാം വെളിക്ക് വരുത്തുവാൻ വേണ്ടി, നുഖ്രിജ നാം പുറപ്പെടുവിക്കാൻ വേണ്ടി, ബിഹി അത് മുഖേന, ആ വെള്ളം മുഖേന പുറപ്പെടുവിക്കാൻ വേണ്ടി, പുറത്തു വരുത്തുവാൻ വേണ്ടി. എന്തിനെ? ഹബ്ബൻ ധാന്യത്തിനെ, ഹബ്ബ് ധാന്യം, വനബാത ചെടികളെയും. അപ്പൊ ആ മഴ എന്തിനാണ്? മഴക്കാറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളത്തിനെ, മഴയെ നാം എന്തിനാണ് നിങ്ങൾക്ക് ഇറക്കി തന്നത്? അത് മുഖേന നാം ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് വെളിക്ക് പുറത്ത് കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് മഴയെ തന്നത് നാമാകുന്നു. വജന്നാതിൻ അൽഫാഫാ, ധാന്യവും സസ്യങ്ങളും അത് ഉൽപ്പാദിച്ച് പുറത്തേക്ക് വരാൻ വേണ്ടിയും. അതേപോലെ വജന്നാതിൻ അൽഫാഫ, ജന്നാത്ത് തോട്ടങ്ങളും, അൽഫാഫൻ ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളെയും വെളിക്കു വരുത്തുവാൻ വേണ്ടി, ഉണങ്ങി നിൽക്കുന്ന, പച്ചപ്പില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന എല്ലാത്തിനെയും പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ആകാശലോകത്ത് നിന്ന് വെള്ളത്തെ ഇറക്കിയത്, മഴക്കാറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന മഴയെയും ഇറക്കിയത് അൻസൽനാ, അത് നാമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 16 ആയത്തുകളിൽ, 6 മുതൽ 16 വരെയുള്ള ആയത്തുകളിൽ നിന്ന് നിത്യേന മനുഷ്യരാകുന്ന നമ്മളൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന 10 ലക്ഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞു പോയ പല സൂറത്തുകളിലും
വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിച്ചിട്ട് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തോടു കൂടെ ജീവിതം അവസാനിക്കുകയില്ല. ഈ ജീവിതം കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ ജീവിതം വരാനുണ്ട്. അവിടെ കൃത്യമായ രക്ഷാശിക്ഷകൾ നിങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ തീരുമാനിക്കണേ. സത്യനിഷേധികളായി മാറരുതേ എന്ന കൃത്യമായ താക്കീതുകളും സന്ദേശങ്ങളുമാണ് ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ ഈ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തന്നുകൊണ്ട് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നോക്കൂ, തുടർന്ന് അല്ലാഹു പറയുന്നത്, എന്നും കാണുന്ന എന്നും അനുഭവിക്കുന്ന ഈ 10 ദൃഷ്ടാന്തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നിരത്തി വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. ഈ 10 അനുഗ്രഹങ്ങളും ചെയ്തു തന്നതിനാ നമ്മളാണ് എന്ന് അല്ലാഹു പറയുന്നു. അതിൽ മറ്റൊരാൾക്കും ഒരു പങ്കുമില്ല. നാം ആരാധിക്കേണ്ടുന്ന റഹ്മാനായ റബ്ബിന് മാത്രമേ അതിന് കഴിയൂ, അല്ലേ? മറ്റൊരു ഒരു ഔലിയനോ ഏതെങ്കിലും പ്രവാചകന്മാർക്കോ ഏതെങ്കിലും മലക്കുകൾക്കോ ഈ പറയപ്പെട്ടതിനെ സൃഷ്ടിക്കുന്നതിലോ ഈ ദൃഷ്ടാന്തങ്ങളെ കൊണ്ടുവരുന്നതിലോ മറ്റൊരാൾക്കും ഒരു പങ്കുമില്ല എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം അല്ലാഹു പറയുന്നത്, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. ഇന്ന തീർച്ചയായും യൗമ ദിവസം, തീർച്ചയായും ദിവസം. ഏത് ദിവസം? അൽ ഫസ്ൽ, തീരുമാനത്തിന്റെ. ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും വേർതിരിക്കപ്പെടുന്ന ദിവസം, തീരുമാനത്തിന്റെ ദിവസം. കാന, അതായിരിക്കുന്നു. മീഖാതാ, സമയം നിർണയിക്കപ്പെട്ടതായിരിക്കുന്നു. തീർച്ചയായും തീരുമാനത്തിന്റെ ദിവസം അത് സമയനിർണിതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. പക്ഷേ ആ അന്ത്യനാൾ എപ്പോഴാണ്? അത് അല്ലാഹുവിനെ മാത്രമേ അറിയൂ. അല്ലാഹുവല്ലാത്ത മറ്റൊരാൾക്കും എന്നാണ് അന്ത്യനാൾ ഉണ്ടാവുക, എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക എന്ന് പ്രവാചകന് പോലും അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ വഹയിന്റെ തുടക്കത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പല കാര്യങ്ങളും ചോദിച്ചപ്പോ, എന്താണ് ഈമാൻ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാന് പറഞ്ഞു കൊടുത്തു ജിബ്രീൽ അലൈഹിസ്സലാമിന്. ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ ചോദ്യത്തിൽ ഒരു ചോദ്യമായിരുന്നു, നബിയേ, എന്നാണ് അന്ത്യനാൾ ഉണ്ടാവുക? അന്ത്യനാൾ എന്നാണ് ഉണ്ടാവുക? എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക? ഈ ലോകത്തിന്റെ അവസാനം എപ്പോഴാണ്? ആ ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂല് എല്ലാത്തിനും മറുപടി കൊടുത്ത പ്രവാചകൻ ജിബ്രീലിന് കൊടുത്ത മറുപടി, ഈ വിഷയത്തിൽ ചോദിച്ച നിന്നേക്കാളും വിവരം ചോദിക്കപ്പെട്ട എനിക്ക് ഇല്ല. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അതേ വിവരം മാത്രമേ എനിക്കും ആ വിഷയത്തിലുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പക്ഷേ അത് മീഖാത്താണ്, അത് സമയനിർണിതമായിരിക്കുന്നു, അത് വരിക തന്നെ ചെയ്യും. എന്നിട്ട് ആ അന്ത്യനാളിന്റെ ഭയാനകതകളെ കുറിച്ച് അല്ലാഹു തആല പറയാ, അത് വരും. എപ്പോഴാണ്? അല്ലാഹുവിനെ മാത്രമേ അറിയൂ. പ്രവാചകന്മാർക്കറിയില്ല, ഔലിയാക്കൾക്കറിയില്ല, ബീവിമാർക്കറിയില്ല, ആർക്കും അറിയില്ല. അല്ലാഹുവിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണത്. പക്ഷേ അതിൻ്റെ മുന്നായി ആ അന്ത്യനാൾ ഉണ്ടാകുന്ന സമയത്ത് ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതിനെക്കുറിച്ചാണ് അല്ലാഹു തആല തുടർന്ന് പറയുന്നത്, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജാ. യൗമ ദിവസത്തിൽ നിർണയിക്കപ്പെട്ടതാണ് ആ തീരുമാനത്തിന്റെ ദിവസം. യൗമ ദിവസം, യുൻഫഖു ഊതപ്പെടുന്ന ദിവസം, ഇസ്രാഫീൽ ഊതപ്പെടുന്ന ദിവസം. എവിടെ? ഫിസ്സൂരി, സൂറിൽ അഥവാ കാഹളത്തിൽ അല്ലെങ്കിൽ കൊമ്പിൽ. കാഹളത്തിൽ ഇസ്രാഫീൽ ഊതപ്പെടുന്ന ദിവസം. ഫതഅ്തൂന, തഅ്തൂന അതാവുന്നു, തഅ്തൂന അപ്പോൾ നിങ്ങൾ വരും. ഫതഅ്തൂന അപ്പോൾ നിങ്ങൾ വരും. എപ്പോൾ? ആ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ദിവസം നിങ്ങൾ വരും. അഫ്വാജാ, പലവിധ കൂട്ടമായി വരും. പലവിധ കൂട്ടങ്ങളായി നിങ്ങളെല്ലാവരും അവിടെ വന്നെത്തുക തന്നെ ചെയ്യും. ഒരാൾക്കും ഒഴിവാകാൻ കഴിയില്ല,
ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഒരാൾക്കും ചുളിവിലൂടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഫതഅ്തൂന അഫ്വാജാ, ആ ദിവസം നിങ്ങളെല്ലാവരും കൂട്ടമായി അവിടെ വന്നെത്തുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു തആല ആ അന്ത്യനാളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭയാനകത സൂചിപ്പിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബാ, വഫുതിഹത്ത് തുറക്കപ്പെടുകയും ചെയ്യും. സുവർണ്ണ കാഹളത്തിൽ ഊതിയാൽ അപ്പോൾ നിങ്ങൾ കൂട്ടമായി വരും. അതേ പ്രകാരം വഫുതിഹത്ത് തുറക്കപ്പെടുകയും ചെയ്യും. എന്ത്? അസ്സമാ, ആകാശം തുറക്കപ്പെടും. ആകാശത്തിന് വിള്ളലുകൾ ഉണ്ടാകും. ഫകാനത്ത് അബ്വാബ, എന്നിട്ടത് പല വാതിലുകളായി തീരും. അഥവാ ആകാശത്തിന് അതിന് വിവിധങ്ങളായിരിക്കുന്ന പൊട്ടലുകൾ ഉണ്ടാകും. ആകാശം തുറക്കപ്പെടുകയും ചെയ്യും, എന്നിട്ടത് പല വാതിലുകളായി തീരുകയും ചെയ്യും. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബാ. പ്രിയപ്പെട്ടവരെ, അന്ത്യനാളിലെ സംഭവ വികാസങ്ങളെയാണ് അള്ളാഹ് എണ്ണി പറയുന്നത്. വസുയ്യിറത്തിൽ ജിബാലു, പർവ്വതങ്ങൾ ആ സ്ഥാനം വിട്ട് നടത്തപ്പെടുകയും ചെയ്യും. നമ്മൾ കാണുന്ന വലിയ വലിയ മലകൾ, ആ മലകളുടെ സ്ഥാനത്ത് നിന്ന് നടത്തപ്പെടുകയും ചെയ്യും. എന്നിട്ട് ഫകാനത്ത് സറാബ, ഫകാനത്ത് എന്നിട്ട് അത് ആവുകയും ചെയ്യും. സറാബ, കാനൽ പോലെ സമാനമായി തീരുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം സന്തോഷവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ദിവസം പരലോകത്തേക്ക് കൂട്ടം കൂട്ടമായി പോകുമ്പോ അല്ലാഹുവേ, സന്തോഷവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ അരികിലേക്ക് വരുന്ന സമയത്ത് സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ വരാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. മഹ്ശറ വൻ സഭയിൽ അല്ലാഹുവേ, ഒന്നുമില്ലാതെ, ആരുടെയും സഹായമില്ലാതെ ആ മഹ്ശറ മുറ്റത്ത് ഞങ്ങൾ നിൽക്കുമ്പോ അല്ലാഹുവേ, നിന്റെ സഹായമുണ്ടാകണം റഹ്മാനെ. നിന്റെ അർശിന്റെ തണലിട്ട് തന്നുകൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനെ. സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി പോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഞങ്ങളെ സനാബിൽ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും വസീഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നതി സുമറാ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരലോക ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരുമാറാവട്ടെ. അവിടെ മുഖം ഒന്ന് ഉയർത്തി നോക്കാൻ പോലുമുള്ള ധൈര്യമില്ലാത്ത മുജ്രിമീങ്ങളിൽ നിന്ന്, കദ്ദാബുകളിൽ നിന്ന്, കാദിബീങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.